We'll just wait a second so this process is finished and then we ഹലോ ബാഡീസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 2 മാസം മുന്നേ സമ്മറിൽ ലുബ്ലിയാന ഫെസ്റ്റിവൽ നടന്നപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നു. അപ്പോൾ അത് വിസിറ്റ് ചെയ്ത വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെഡിക്കൽ ക്യാമ്പ് ആണെങ്കിലും നമ്മൾ ചെന്നപ്പോൾ തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടും അല്ലാതെ വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സെക്ഷൻസ് അവിടെ അവർ എന്താ പറയുക, ഒരു ഗ്രൗണ്ടിൽ പല പല രീതിയിൽ പല പല സെക്ഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ പിള്ളേരുടെ മുഖത്ത് ഡ്രോയിങ് പരിപാടികളൊക്കെ ചെയ്തൊരു ചേച്ചി എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷേ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാണ് അറിഞ്ഞത്. അത് വീഡിയോയിൽ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് അക്രൂനെയൊക്കെ വരച്ച് വെച്ചേക്കണം, നല്ല രസമില്ലേ. ഇതുപോലെ വേറെ വേറെ പിള്ളേരിങ്ങനെ മാറി മാറി ഇരുന്ന് മുഖത്ത് നല്ല ഡിസൈനുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇങ്ങനെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അവിടെ കുറേ പിള്ളേരെല്ലാം പിന്നെ ഫുൾ ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പിള്ളേർ ഹോഴ്സ് റൈഡിങ് പരിപാടി, അതായത് പിള്ളേർക്ക് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ കൂടെ വരുന്ന പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പാൻ കേക്ക് ആയിരുന്നു കേട്ടോ അവിടെ മെയിനായിട്ട് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള ആൾക്കാരുടെ ക്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് ഫ്രീ ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നറിയില്ല. പെട്ടെന്ന് ഞങ്ങളൊരു പാട്ട് കേട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അക്രോബാറ്റിക് ഒക്കെ പോലെ എക്സസൈസ് പോലെ പരിപാടികൾ. ഇവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാവരും തന്നെ അത് ജോയിൻ ചെയ്ത് ഇവരുടെ കൂടെ തന്നെ മാക്സിമം സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പരിപാടി കാണാനായിട്ട്. ആദ്യമേ 3 പേരും കൂടെ സ്റ്റേജിൽ തന്നേക്ക് തുടങ്ങിയതാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മുടെ ചുറ്റുപാതിൽ പോയ ആൾക്കാരും ഇവരൊക്കെ കയറി, പിള്ളേർ പ്രായപരിധി ഒന്നുമില്ലാതെ എല്ലാവരും കയറി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ അത്യാവശ്യം എല്ലാവരും തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ചെയ്തുകൊണ്ട് നടക്കുന്നതായതുകൊണ്ട് ഇങ്ങനത്തെയുള്ള പരിപാടികളിലൊക്കെ എല്ലാവരും തന്നെ ഭയങ്കര ആക്റ്റീവാണ്. കുട്ടികളടക്കം എല്ലാവരും തന്നെ ആക്റ്റീവാണ്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരൻസിനെ കണ്ടാണ് അവർ തീർച്ചയായിട്ടും പഠിക്കുന്നത്. അതേ പ്രായവരാണെങ്കിലും അതുപോലെ തന്നെ ഉഷാറാണ്. ഏകദേശം 1 മണിക്കൂറോളം ഈ പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ജോയിൻ ചെയ്ത് ഇറങ്ങിയൊക്കെ പോയി. പിന്നെ ഞങ്ങളും കുറച്ച് നേരം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ ഇതുപോലെ തന്നെ വെറൈറ്റി കുട്ടികൾക്കുള്ളത് ഇങ്ങനത്തെ കുതിരകൾ, കുഞ്ഞു കുതിര കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എത്രയുള്ള കുതിരേനെ കാണുന്നത്. നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഓർമ്മയിലില്ല. ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഈ കുതിരേനെയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ ആയിട്ട് ഞങ്ങൾ കയ്യിൽ ക്യാഷൊക്കെ പിടിച്ച് അവിടെ ഐസ്ക്രീം മേടിക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവം. അന്നേരം ഈ ഐസ്ക്രീംകാരനാണ് നമുക്ക് പറഞ്ഞു തന്നെ ഇവിടെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ഞങ്ങൾക്കും പ്രത്യേകിച്ച് അന്ന് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോരോ ക്യൂകളിൽ കയറി. സംഭവങ്ങളൊക്കെ ഫ്രീ ആണല്ലോ. അങ്ങനെ ഇവിടെ എന്തോ ബ്യൂട്ടി പ്രൊഡക്ട്സാണ് കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോന്ന് കളർ കിട്ടുന്നതനുസരിച്ചിട്ട് അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിന്നുവും കറക്കി. ചിന്നുവിന് റെഡ് കളറിലുള്ള സംഭവം വീണു. അത് കഴിഞ്ഞ് അവൾക്ക് അവരൊരു 2-3 പ്രൊഡക്ട്സ് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ മൂഴമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ കറക്കി. അടുത്തത് ഞാൻ കറക്കി. കറക്റ്റ് നമ്മളെവിടെ തൊട്ടാലും പണിയാണെന്ന് പറയുന്ന പോലെ മറ്റേ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ അത് നിന്നു. അപ്പോൾ അവരൊന്നോടെ കറക്കിക്കോളാൻ പറഞ്ഞു. അന്നേരം നമ്മൾ രണ്ടാമത് ഒന്നോടെ കറക്കി. നമുക്ക് കിട്ടിയ സാധനം അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അന്നേരമാണ് നമ്മളവിടെ ഇങ്ങനെ ലാമ്പൊക്കെ വെച്ചിട്ട് എന്താ ഫോട്ടോഷൂട്ട് പോലത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളും അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കണേയൊക്കെ പുള്ളി കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തലയിൽ തൊപ്പിയോ അങ്ങനെ ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഈ ലുബ്ലിയാന ഫെസ്റ്റിവലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ളൊരു സംഭവമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ചെന്നു പുള്ളി ഇങ്ങനെ മെഷീൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. Picture, right? Okay, from here. You will just wait a second so this process is finished and then we will take it. This is it. This is the product. You like it? Okay. I think it's one for each or one? Only one. Only one. Okay. It will be in a moment or two. Okay. Okay. Good. അങ്ങനെ നമുക്ക് പുള്ളി ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്ത് തന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴത്തേ അടുത്തൊരു ടേബിൾ സെക്ഷനിൽ അവിടെ ഒരു അപ്പൂപ്പനെയും അമ്മൂമ്മയുടെയും പടം വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും ഫ്രീ ആണ്. അവിടെ ആരിരുന്നാലും പടം ഫ്രീ ആയിട്ട് വരച്ചു തരും. അപ്പൂപ്പനെ ഇരിക്കാനുണ്ട് ഇരുന്നിട്ട് എനിക്ക് നല്ല ചിരി വരണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മയാണ് അത്യാവശ്യം ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പുള്ളി എന്തോ അടിച്ച് കിളി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പടം വരയ്ക്കണ ആരും ചോദിച്ചപ്പോൾ പുള്ളിയുടെ ലാസ്റ്റാണ് അത് കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഇന്നത്തെ ഇവിടെ മെയിൻ സെക്ഷനായിട്ടുള്ള ഇവിടുത്തെ ഇതാണ് സംഭവം ഇവിടെ ശരിക്കും നടന്നത്. അപ്പുറം നടന്നത് ശരിക്കും ഇവിടെ വന്ന ആൾക്കാരുടെ കിഡ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിരുന്നു. ഇതാണ് ഇവരുടെ മെയിൻ ഇന്ന് ഉദ്ദേശിക്കുന്ന പരിപാടി. ലുബ്ലിയാന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ഫെയർ അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഫ്രീ ആണ് മരുന്നുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ മരുന്നുകളും കാര്യങ്ങളും കൂടാതെ ഇവിടെ ഫ്രീ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന സെക്ഷൻസൊക്കെ അപ്പുറം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടപ്പോൾ ഇങ്ങനെ 3-4 ലെയറായിട്ട് ഇവരിങ്ങനെ ടേബിളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തൊരു വലിയൊരു പരിപാടിയൊന്നുമല്ല, എന്നാലും എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. ഇവിടെ കമ്പനി ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. പ്രമോഷനും കാര്യങ്ങളൊക്കെ രീതിയിലാണ് വെച്ചേക്കണത് കണ്ടേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാർഷിക മേളയൊക്കെ പോലെ അകത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഓരോ സെക്ഷനിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ടോട്ടലി ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഐസ്ക്രീംകാരൻ ഓൾറെഡി നിങ്ങൾക്ക് ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞേക്കണതുകൊണ്ട് നമ്മളും ഒരു കടയിൽ ചെന്നിട്ട്, കടയല്ല ഒരു സെക്ഷനിൽ ചെന്നിട്ട് നമ്മൾ പുള്ളിക്കാരി എടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. നമുക്ക് മെഡിസിൻസൊക്കെ ഫ്രീ ആണെന്ന് ആൾ പറഞ്ഞു. പിന്നെ നമ്മുടെ വിസ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന മരുന്നുകളുടെ ഉപയോഗമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്യൂട്ടബിളായിട്ടുള്ള എടുക്കാമെന്ന് അവർ പറഞ്ഞു. അതുകൂടാതെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു ഫോം തന്നു. ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യലായിരുന്നു ആകെയുള്ള ചടങ്ങ്. അപ്പോൾ സ്ലോവീനിലായതുകൊണ്ട് ആൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മൾ ആ ഡേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഇറങ്ങിയ ആ ദിവസം നമുക്കിത് ഇത്രയും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി കേട്ടോ. ഇപ്പോൾ ലുബ്ലിയാന ഫെസ്റ്റിവൽ ഇവിടെ അടിപൊളി പരിപാടിയാണ്.